ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ മൂന്നാർ വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ജീപ്പ് സഫാരിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇതേ പൂളിക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അതാണ് ചേട്ടനൊക്കെ ഓടിക്കൊണ്ടിരിക്കണത്. പൂളിക്ക് പോകാനുള്ള ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നാർ റിസോർട്ട് തപ്പുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നത് പൂളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു. പക്ഷെ മൂന്നാർ എല്ലാ റിസോർട്ടുകളിലും പൂളുകൾ ഉണ്ടെങ്കിൽ കൂടിയും ഭയങ്കര റേറ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു റിസോർട്ടിൽ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ നമുക്ക് ഇതിനകത്ത് പൂളും അവൈലബിൾ ആയിരുന്നു കേട്ടോ. സോ അങ്ങനെ ഞങ്ങൾ ഇതെടുത്തു. അപ്പൊ ഇനി ഒട്ടിറങ്ങാൻ പറ്റില്ല. പോയി വാലടച്ചിട്ടേ ഇവിടെ ഷവറൊക്കെ ഉണ്ട്. അതെ കേക്ക് ആവേശം വേണ്ട. വേണ്ട ചെവി പൊക്കരുത്. ചെവിട് പ്രശ്നമല്ലോ. ഇനി വല്ല വീണു ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. എന്താ അവസ്ഥ നോക്കിയേ, എല്ലാവരും സ്റ്റിറ്ററാണല്ലോ. നീന്തലിന്റെ പ്രശ്നം, കിടക്കുന്നതിന്റെ പ്രശ്നം. സ്വിമ്മിംഗ് പൂളിൽ എന്താ പറഞ്ഞേ? മറ്റേത് അല്ല, ഇത് മറ്റേ മോളെടുക്കോ. ഇതോ മതി. ഞാൻ പോകാൻ പറഞ്ഞില്ല അടുത്ത്. നല്ല തണുപ്പുണ്ട് അവിടെ. ഇതിന്റെ ഉള്ളിൽ ഓൾറെഡി സ്റ്റോർ ഉണ്ടല്ലേ വെള്ളം. നമ്മളപ്പോൾ അത്യാവശ്യം പൂളിലൊക്കെ ഇറങ്ങി ഒന്ന് ആർമാദിച്ചു. പിന്നെ ഭയങ്കര തണുപ്പായതുകൊണ്ട് കുറേ നേരം നിന്ന് കഴിഞ്ഞ് നമുക്ക് വല്ല വയ്യായ്കൊക്കെ വരണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വേഗം കയറി കേട്ടോ. എന്നാലും അത്യാവശ്യമൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. ഞങ്ങൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് വന്നേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവിടുന്ന് ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് റെഡിയാണെന്ന് പറഞ്ഞിട്ട്. മമ്മിക്ക് ചിരിക്കാറ് ബുദ്ധിമുട്ട്. ആയി പറഞ്ഞേ ആയി പറഞ്ഞേ അന്നേരമായി പറഞ്ഞേ ആയി പറഞ്ഞേ. കഴിക്കണം. പക്ഷെ ഒന്നും ഉണ്ടാവില്ലല്ലോ. 9 മണി എന്തിനാ കണ്ടില്ലല്ലോ. ഞങ്ങളപ്പോൾ ഇതേ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയേക്കാണ് കേട്ടോ. അപ്പൊ ഫുഡ് ഓൾറെഡി ഓർഡർ കൊടുത്ത് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരത് സെർവ് ചെയ്യാണ് കേട്ടോ.
അപ്പൊ നമ്മള് റൈസും ചിക്കൻ കറിയും ബീഫ് കറിയും അത് തന്നെയാണ് കേട്ടോ ഓർഡർ കൊടുത്തത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ റൂമിലേക്ക് വന്നു. ഇനിയിപ്പോ വേറെ പ്ലാനുകളൊന്നുമില്ല, കാരണം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 10-11 മണി സമയത്തായിട്ടോ നമ്മളെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ. ഇനി നമ്മൾ ഡയറക്റ്റ് കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇനി രാവിലെ കാണിച്ചു തരാം. അപ്പൊ അത് അടുത്ത പാർട്ടാണ് കേട്ടോ. അപ്പൊ അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാർ ഡേയ്സിന്റെ വീഡിയോ ഒക്കെ കഴിയും. ഇത് ഫുള്ളായിട്ട് ഞാൻ കാണിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലാഗ് ആവണ്ട, ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പാർട്ടായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ചെറിയൊരു റൂം ടൂർ ഒക്കെ കാണിച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ. അത്യാവശ്യം നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു, നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ വരാം. സോ ബൈ ബൈ.